Hello everyone, welcome back to Salem Learning. It's me Muhammad Shafiq BK, your chemistry teacher. മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെ വിധ എന്നുള്ളത് വളരെ എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാം. എന്താ അതിനുകൊണ്ടുള്ള ഗുണം? നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സാമിന് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു റിയാക്ഷൻ ചോദിക്കുകയും അതിന് എക്സ്പ്ലനേഷൻ ചോദിക്കുകയും ചെയ്യും, അതിന്റെ എക്സാമ്പിൾസ് ചോദിക്കുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ ഒരു ഒറ്റ വീഡിയോ ഉണ്ട്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാർ അതിനെ സെറ്റ് ആക്കി തരാം. ഓക്കെ, നോക്കാം മക്കളെ. ഫസ്റ്റ് വൺ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഒന്നുമില്ലടാ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചു എന്റെ മക്കളെ. ഒന്നുമില്ല, നോക്കിക്കേ, എക്സ് വൈ സെഡ് എന്നിട്ടുള്ള ഒരു കോമ്പൗണ്ടിലേക്ക് ഇടുകയാണ്. എക്സ് ആരോ ആണ്, വൈ സെഡ് ആരോ ആണ്, പോട്ടെ. അപ്പൊ എന്താകുന്നു? എക്സ് സെഡ് എന്നും വൈ എന്നും ആയി മാറുന്നു. എന്താ ഇവിടെ സംഭവിച്ചത് മക്കളെ? മറ്റൊന്നുമല്ലടാ, എക്സ് എന്ന ആള് വൈ എന്ന ആളെ എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എക്സ് സെഡിന്റെ ഒപ്പം കൂടി, അല്ലെ? എക്സിന് എക്സും വൈയും സെഡും ആയിരുന്നു കോണ്ടാക്ട് ഉള്ളത്, ബന്ധമുള്ളത്. എന്നാൽ ഇപ്പൊ ഇവിടേക്ക് പ്രൊഡക്റ്റിൽ ആരാ? എക്സും സെഡും ആണ്. ഈ ടൈപ്പ് റിയാക്ഷൻ ഇവിടെ ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്തത്? ആരെയാണ് ആദേശം ചെയ്തത്? എക്സ് എന്ന എലമെന്റ് വൈ എന്ന എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ആദേശം ചെയ്തു. അപ്പൊ എങ്ങനെ നമ്മൾ ആരെയാണെന്ന് മനസ്സിലാക്കുക? ഈ സൈഡ് ആരാ? ഒറ്റക്ക് എക്സ് ആണ്. ഇവിടെ എക്സ് എന്താ ചെയ്തത്? സെഡിന്റെ ഒപ്പം കൂടി. ആരാണ് പുറത്തായത്? വൈ. അപ്പം പറയാം എക്സ് ഡിസ്പ്ലേസ് വൈ ഫ്രം വൈ സെഡ്. ഓക്കെ, എക്സ് വൈ സെഡിൽ നിന്നും വൈയെ ആദേശം ചെയ്തു എന്ന് പറയാം. ഓക്കെ, ആ ടൈപ്പ് റിയാക്ഷൻസിന് എക്സാമ്പിൾസ് നോക്കിയാലോ? നോക്കണം മക്കളെ, വളരെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. നോക്കിക്കേ, Mg+2HCl gives MgCl2+H2. ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്യുക മക്കളെ. എച്ചും സിഎല്ലും കൂട്ടായിരുന്നു, അവർ തമ്മിൽ ബന്ധമായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ മെഗ്നീഷ്യം ഒറ്റക്കായിരുന്നടാ. ഓക്കെ, എന്നാ കോമ്പൗണ്ട് നോക്കിയ പ്രൊഡക്റ്റിലേക്ക് വന്നപ്പോ മെഗ്നീഷ്യവും ക്ലോറിനും ആയി കൂട്ട് ആര് പുറത്തായി? ഹൈഡ്രജൻ പുറത്തായി. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം മെഗ്നീഷ്യം ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം HCl. അതായത് മെഗ്നീഷ്യം ഹൈഡ്രജനെ HCl നിന്നും ആദേശം ചെയ്തു, പുറത്താക്കി എന്ന് പറയാം. അടുത്ത റിയാക്ഷൻ ഇത് നോക്കിയാലോ നമ്മള്. Zn-ഉം H2SO4 കൂടി ചേർന്നപ്പോ Zn-SO4-ഉം H2 ഉണ്ടായി, അല്ലെ? കാരണം Zn ഒറ്റക്കായിരുന്നു, ഇവിടെ Zn-SO4-നൊപ്പം കൂട്ടായി. ഇവിടെ ആരായിരുന്നു? HO4-നൊപ്പം ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ പുറത്തായി. അപ്പം സിങ്ക് എന്ത് ചെയ്തു? ഹൈഡ്രജനോ പറഞ്ഞു പോ പുറത്ത്, അല്ലെ? അപ്പൊ ഹൈഡ്രജൻ പോയി. അപ്പൊ സിങ്ക് ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം എന്താണ്? യെസ്, H2SO4 എന്ന് പറയാൻ പറ്റും. ഇതേപോലെ ഇതിന് എല്ലാ റിയാക്ഷൻസും മക്കൾക്ക് കണ്ടാൽ മനസ്സിലാകണം ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനമാണെന്നുള്ളത്. സിങ്ക് പ്ലസ് CuSO4 gives Zn-SO4 പ്ലസ് Cu. മക്കളെ, കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തേ, Zn ആരെയാണ് ഇവിടെ ഡിസ്പ്ലേസ് ചെയ്തത്? Zn CuSO4-ലിട്ടപ്പോ ആരെയാണ് ഡിസ്പ്ലേസ് ചെയ്തതെന്ന് മക്കളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് റിയാക്ഷനിലേക്ക് പോയാലോ? നോക്കണേ, അടുത്ത ടൈപ്പ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ കെമിക്കൽ റിയാക്ഷൻ ആണ്, സംയോജന രാസപ്രവർത്തനമാണ്. അവിടെ സംയോജിക്കുക, കമ്പൈൻ ചെയ്യുക, വളരെ സിമ്പിൾ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് പറയാം, എക്സും പ്ലസ് വൈയും കൂടി ചേർന്നാൽ XY ഉണ്ടാകുന്നു. ഈ ടൈപ്പ് റിയാക്ഷൻ Ce+O2 gives CO2. രണ്ടാളുകൾ കൂടി ചേർന്നിട്ട് മറ്റൊരാളായി മാറുന്നു, കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് റിയാക്ഷൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാകണം ഇത് കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. H2+O2 gives H2O, അല്ലേ? CaO+CO2 gives CaCO3. കണ്ടോ, രണ്ടാളുകൾ കൂടി ചേർന്ന് ഒരൊറ്റ ആളായി മാറി. ഇതാണ് എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്താ? സംയോജന രാസപ്രവർത്തനങ്ങൾ. അപ്പൊ മക്കളെ നോക്കണേ, N2+3H2 gives 2NH3. അഥവാ നൈട്രജനും ഹൈഡ്രജനും കൂടിയിട്ട് NH3 പറഞ്ഞിട്ടുള്ള കോമ്പിനേഷൻ റിയാക്ഷൻ നടന്നു. മെഗ്നീഷ്യം ഓക്സൈഡും കൂടിയിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. ഹൈഡ്രജനും സൾഫറും കൂടിയിട്ട് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായി. സോഡിയവും ഹൈഡ്രജനും കൂടിയിട്ട് NaH ഉണ്ടായി. ഇങ്ങനെ തുടങ്ങി കൂടിച്ചേരുന്ന റിയാക്ഷൻ. കണ്ടോ, രണ്ടാളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരൊറ്റ ആളായി മാറി. അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണെങ്കിൽ അതാണ് മക്കളെ എന്ത്? കോമ്പിനേഷൻ റിയാക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, കമ്പൈൻ ചെയ്യുക. ഓക്കെ, സംയോജിക്കുക. റെഡിയാണോ എന്റെ മക്കൾക്ക്? അത് മനസ്സിലായിട്ടുണ്ട് എന്ന് സാർ വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ടൈപ്പ്, നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് റിയാക്ഷൻസിലേക്ക് ഒന്ന് പോകാം. മറ്റൊന്നല്ല, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം. വിഘടന രാസപ്രവർത്തനം എന്ന് പറയാം, വിഘടന രാസപ്രവർത്തനം. ഓക്കെ, നമുക്ക് സെറ്റ് അല്ലേ? എന്താ വിഘടിക്കുക എന്ന് പറഞ്ഞാൽ, എടാ കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ്. നോക്കി, എന്തായിരുന്നു കോമ്പിനേഷൻ? X+Y കൂടി ചേർന്നിട്ട് XY ഉണ്ടാവുക. എന്നാ മക്കൾ നോക്കുക, ഏതോ ഒരു XY എന്തായി മാറി? വിഘടിക്കുകയാണ്, X+Y ആയി മാറി. അത് സെപ്പറേറ്റ് ആയി. സെപ്പറേഷൻ ആണ് എന്ത്? ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, അഥവാ വിഘടന രാസപ്രവർത്തനം. മക്കളെ നോക്ക്,
KMnO4 അല്ലെ, കൂട്ടത്തിലായിരുന്നു, കുടുംബമായിരുന്നു, ആ കപ്പാടെ വിഘടിച്ചെന്തായി, യെസ് ഇവിടെ ഒരു O2 എന്നുണ്ടാവും, വിഘടിച്ചിട്ട് 3 ആളായി മാറി. K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനായിട്ട് അത് വിഘടിച്ചു, ഡീകമ്പോസ് ചെയ്തു. ഈ ടൈപ്പ് റിയാക്ഷൻസ് നോക്കിയേ. വേറെ എക്സാമ്പിൾ, NaCl വിഘടിച്ചിട്ട് എന്തായി മാറി, Na-യും Cl2മായി മാറി. KClO3 അല്ലെ, അതൊരു കുടുംബമായിരുന്നു, അത് വിഘടിച്ചിട്ട് KCl-ഉം 3O2 ആയി മാറി. അപ്പൊ സെപ്പറേറ്റ് ആവുന്ന റിയാക്ഷൻസ് ആണ് എന്ത് മക്കളെ, സെപ്പറേറ്റ് ആവുന്ന റിയാക്ഷൻസ് ആണ് എന്താ, യെസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടൈപ്പ് റിയാക്ഷൻസ് ആണ് നമ്മളിപ്പോ പഠിച്ചു തീർന്നിട്ടുള്ളത്. ഈ റിയാക്ഷൻസ് കണ്ടാൽ ഏത് ടൈപ്പ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, മക്കൾക്ക് സാർ ഒരു എക്സാമ്പിൾ എഴുതി തരാം, നിങ്ങൾ അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് മക്കളൊന്ന് പറഞ്ഞു തരണേ. മറ്റൊന്നുമല്ല, റിയാക്ഷൻ ഇതാണ്, CaCO3, സോറി സാർ ഇവിടെ ഇതാ NH4Cl ഞാൻ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തപ്പോ അത് NH3യും HCl-ഉമായി മാറി. ഓക്കെ, ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് നിങ്ങൾ കണ്ടിട്ട് തോന്നുന്നത്? നോക്കണേ, ഇവിടെ ഒരാളാണ്, ഇവിടെ അത് 2 ആളായി മാറിയിട്ടുണ്ട്. ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് മക്കൾ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നല്ല അടിപൊളി വീഡിയോസുമായിട്ട്, കണ്ടന്റുമായിട്ട്, പബ്ലിക് ലൈവുകളുമായിട്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യവുമായിട്ട് സൈലം തുടരെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ അറിവും കൂട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.